മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷം സ്റ്റാർസിലേക്ക് ഹാർദവമായ സ്വാഗതം. കർക്കടകം രാശിയിലെ അവസാന നക്ഷത്രമാണ് ആയില്യം. അമ്മിക്കല്ല് പോലെ കാണപ്പെടുന്ന 6 നക്ഷത്രങ്ങളാണ് ആയില്യം. സർപ്പമാണ് ഇതിൻ്റെ ദേവത. ചുരുണ്ടുകിടക്കുന്ന സർപ്പമാണ് ചിഹ്നം. മൃഗം കരിമ്പൂച്ച, വൃക്ഷം നാഗം, അസുരഗണമാണ്, പുരുഷയോനിയാണ്, പക്ഷി ചകോരം, ഭൂതം ജലം, ദേവത സർപ്പങ്ങൾ. ആയില്യം നക്ഷത്രജാതർ പെട്ടെന്ന് ആരെയും വിശ്വസിക്കാത്തവരും അപഗ്രഥന ശേഷിയുള്ളവരും അഭിമാനം സംരക്ഷിക്കുന്നവരുമാണ്. തീക്ഷ്ണമായ നക്ഷത്രമാണ് ആയില്യം. ആരെയും വിശ്വസിക്കില്ല. നല്ല രീതിയിൽ പ്രതികാരബുദ്ധിയുള്ളവരാണ്. ഏത് കാര്യവും സംശയദൃഷ്ടിയോടെ മാത്രം നോക്കിക്കാണുന്നവരാണ്. അതിൻ്റെ ശരിയും പ്രശ്നപരിഹാരവും സ്വയം കണ്ടെത്തുന്നതാണ്. അഭിമാനം മുറിവേൽപ്പിക്കുന്നത് ആയില്യം നക്ഷത്രജാതർക്ക് സഹിക്കാനാവില്ല. ദ്രോഹിച്ചവരോട് പിന്തുടർന്ന് പ്രതികാരം ചെയ്യുന്നതാണ്. പണത്തോട് ആർത്തിയില്ലാത്തവരും എന്നാൽ സാമ്പത്തിക കാര്യങ്ങളിൽ സൂക്ഷ്മത പുലർത്തുന്നവരുമാണ്. ആയില്യം നക്ഷത്രജാതർക്ക് വളരെ നല്ല സമയമാണ് 2026 വിഷുവർഷം പ്രദാനം ചെയ്യുന്നത്. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് ചേരുന്നതിനും ഉന്നത വിജയം കരസ്ഥമാക്കുന്നതിനും വളരെ അനുകൂലമായ സമയമാണ്. പ്രണയബന്ധത്തിലായിരിക്കുന്ന യുവതി യുവാക്കൾക്ക് പ്രണയം വീട്ടുകാരാൽ അംഗീകരിക്കപ്പെടുന്നതിനും വിവാഹ നിശ്ചയത്തിലേക്കോ വിവാഹത്തിലേക്കോ എത്തുന്നതിനും അനുകൂലമായ സമയമാണ്. സമ്പന്ന ഗൃഹങ്ങളിൽ നിന്നായിരിക്കും വിവാഹം നടക്കുന്നത്. ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല ജോലി ലഭിക്കുന്നതിനും നിലവിൽ ജോലിയിൽ തുടരുന്നവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുന്നതിനും വളരെ അനുകൂലമാണ്. പല കാര്യങ്ങളും മന്ദഗതിയിലാവുമെങ്കിലും അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ്. സാമ്പത്തിക ക്ലേശങ്ങൾ അനുഭവപ്പെട്ടാലും സമ്പന്നതയിൽ നിൽക്കുന്നതുകൊണ്ട് അവയെല്ലാം തരണം ചെയ്യാൻ സാധിക്കുന്നതാണ്. നിലവിൽ രോഗാവസ്ഥയിലിരിക്കുന്നവർ അതതിൻ്റെ വിദഗ്ധരെ കണ്ട് യഥാവിധി പ്രതിവിധി തേടുന്നത് വഴി അവയെല്ലാം തന്നെ ഒഴിഞ്ഞു പോകുന്നതാണ്. ദേഹാരിഷ്ടതകളും അനാവശ്യ ചെലവുകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും വന്നു ചേരുമെങ്കിലും അവയെല്ലാം തന്നെ മാറിപ്പോകുന്നതാണ്. ദോഷപരിഹാരത്തിനായി മണ്ണാറശാല, പാമ്പാടി പോലുള്ള നാഗരാജ ക്ഷേത്രങ്ങളിൽ ആയില്യം നക്ഷത്രത്തിൽ പൂജകൾ നടത്തുന്നത് ഉത്തമമാണ്. പൂങ്കാവുകൾ സന്ദർശിക്കുന്നതും നാഗപ്രതിമകളിൽ പാലഭിഷേകം നടത്തുന്നതും ദോഷശാന്തി നൽകുന്നതാണ്. ഇതര മതസ്ഥർ സ്വന്തം ആചാരപ്രകാരം പ്രാർത്ഥനകൾ നടത്തേണ്ടതാണ്. മാസത്തിലൊരിക്കലെങ്കിലും ക്ഷേത്ര ദർശനം നടത്തുന്നത്, ഇതര മതസ്ഥർ അവരുടെ ആരാധനാലയ ദർശനം നടത്തുന്നത് എല്ലാം ദോഷപരിഹാരത്തിന് ഉത്തമമാണ്. എല്ലാവർക്കും നല്ലൊരു വിഷുവർഷം ആശംസിച്ചുകൊണ്ട് നന്ദി.